കൊണ്ട് പോകുമ്പോൾ അങ്ങ് ആകപ്പാട് ഇതായി പോകും. ഉം. അത്രയ്ക്ക് ചൂടല്ലേ മരുഭൂമിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചില കാറ്റ് വന്നാൽ ഇതിനെ ഒന്നിനെയും കാണത്തില്ല. ഞാൻ മനുഷ്യനാണെന്നൊന്നും തോന്നത്തില്ല. ഉം. ഉം. പൊടി കയറി. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് ഈ മരുഭൂമിയിൽ. അത് പറഞ്ഞൊന്നും ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി പറയാൻ പറ്റത്തില്ല. അതെ, മനസ്സിലായി. ഈ കത്തെഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ഈ വീട്ടുകാരോടൊക്കെ സംസാരിക്കാൻ തോന്നുമല്ലോ. അതൊക്കെ ആടുകളോടാണോ പറഞ്ഞിരുന്നത്? ആ ആടുകൾ മക്കളെ എനിക്കിനി ആരുമില്ലെന്നൊക്കെ ഞാനിങ്ങനെ ആടിൻ്റെ അടുത്ത് പറയും. ഉം. എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉം. ചെറിയ ആടുകളൊക്കെ എല്ലാ പേരുകളൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോഴും? അവർക്കൊക്കെ ഇട്ട പേരുകൾ? ചെറിയ കൊണ്ട് എല്ലാത്തിനും വായത്തോന്ന പേരങ്ങ് വിളിക്കുമല്ലേ നേരം. ആ. പിന്നെ അറിയാന്നുള്ള പേരുകളൊക്കെ, സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിക്കുമായിരുന്നു. ഉം. ഇഷ്ടപ്പെട്ടവരുടെ എല്ലാം എല്ലാ പേരുള്ള പേരങ്ങ് ആടുകളുണ്ടാവും. വിളിക്കുമായിരുന്നു. ഉം. അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എഴുതിയേക്കുന്നത്. ഉം. ഈ അത് സത്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എഴുതിയിരിക്കുന്നത് തന്നെയാണ്. ഈ രക്ഷപ്പെടുന്ന ദിവസം ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞതുപോലെ മരുഭൂമിയെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല. കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ കാറ്റൊക്കെ എങ്ങനെ അതിജീവിച്ച അന്നത്തെ ദിവസം ഓടിയത്? അന്ന് പിന്നെ ഈ ഞാൻ രാത്രിയാണ് രാത്രിയല്ല ഒരു സന്ധ്യ പോലെ ആയി കാണും. ഉം. അന്നേരം ഓടുന്നത്. ആ ഓട്ടം ഓടിയത് ഒരാൾ വന്ന് കൊണ്ടുപോകില്ലേ. ഉം. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ വന്നതുപോലുള്ളൊരു ഇതായിരുന്നു. ഒരാൾ വന്ന് ഇതേപോലെ ഇവൻ പോയത് പറയുമ്പോൾ വേറെ ഒരു മരുഭൂമിയിൽ നിന്ന് വന്നതായിരുന്നു. ഉം. വന്ന് എന്നെയും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോയി 1.5 ദിവസം ഓടി. ആ പോകുന്ന വഴി പാമ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. ഈ പച്ചപ്പ് അതിപ്പിൽ കൂടെ ഒക്കെ ഓടുന്നത്. പിന്നെ കാടും ഇതൊക്കെ ഉണ്ട്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈസ് പുല്ല അവിടെ മുള്ളുമൊക്കെ ആയിട്ടുള്ള. ഉം. അതിനിടയ്ക്ക് കൂടെ ഓടി 1.5 ദിവസം ഓടി. പിറ്റേന്ന് ഏതാണ്ട് ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് റോഡ് കാണുന്നത്. ഓ. അന്നേരം റോഡിൽ ചെന്നപ്പോൾ ഈ ഈ ആളുടെ അടുത്ത് 5 ദിനാർ തന്നു. അന്നേരം ആദ്യമായിട്ടാണ് ഞാൻ റിയാൽ കാണുന്നത്. 5 റിയാൽ തന്നു. അന്നേരം ഞാനത് വെച്ചിങ്ങനെ മുഖത്ത് വെച്ചിങ്ങനെ അന്നേരം എനിക്കങ്ങ് കരഞ്ഞു പോയി. അത് ആദ്യമായിട്ട് അത് കണ്ടപ്പോൾ തന്നെ. അതിന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ റിയാദ് ബത്ത എന്ന് പറയണമെന്ന് പറഞ്ഞു. ഉം. പിന്നെ അവിടെ ഇഷ്ടം പോലെ മലയാളികളൊക്കെ ഉണ്ട്. ഇന്ന് ഇങ്ങനെ എന്തെങ്കിലുമാണ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് വണ്ടിക്കൊക്കെ കൈ കാണിച്ച് അങ്ങനെ പുള്ളി ഞാൻ പോവുകയും ചെയ്തു. ഉം. വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. അത് അതുപോലത്തെ വേഷമാണ്. പിന്നെ അതെ, അതെ. പാൻ്റാണെങ്കിലുമേ ഈ സ്മെല്ലല്ലേ, അതെ. എല്ലും മുടിയും മണം ആകപ്പാട് വികൃത രൂപമായിട്ടിരിക്കുന്നത്. ഒരു വട്ടം പോലും കുളിച്ചില്ല പിന്നീട്? ഇല്ലില്ല, കുളിയൊന്നുമില്ല. ഉം. കുളി ആ 2-3 കുളി ഞാൻ അത്രയും ദിവസം കുളിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ കുളിച്ചാൽ പിന്നെ തലേന്ന് ഇങ്ങനെ കട്ടയായിട്ടാണ് ഇറങ്ങുന്നത്. മണ്ണും ചെളിയെല്ലാം കൂടെ. അതുകൊണ്ട് കുളിക്കണമെങ്കിൽ നമുക്ക് ഒരു തോന്നി വെള്ളം വേണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭീകരമായ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയത്. ഈ ആടിനെ മേയ്ക്കാൻ പോകുന്ന സ്ഥലത്തൊന്നും മരുപ്പച്ചയും ഒന്നുമില്ല. ഈ വരുന്ന വഴിയിൽ മാത്രമേ മരുപ്പച്ച കണ്ടിട്ടുള്ളൂ. വെള്ളം കണ്ടോ? എന്നിട്ട് വരുന്ന ഭാഗത്തൊക്കെ പിന്നെ പനകളും മറ്റേതും മറിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്. വെള്ളം കണ്ടോ? എന്നിട്ട് വെള്ളം അതിന് പനിക്കൊക്കെ ഒഴിക്കുന്ന വെള്ളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളം കണ്ടു. അങ്ങനെ വെള്ളം കണ്ടോളൂ. അല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പച്ചപ്പിന്റെ ഉള്ളിലെ വെള്ളമൊന്നും കണ്ടിട്ടില്ല. ഒരു തോട് ഇങ്ങനെ ഉണ്ട്. ആ തോട്ടിലെ ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളം അത്. എന്നിട്ട് ഈ ജയിലിലേക്ക് പോകേണ്ടി വന്നില്ലേ? പിന്നെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി. അവിടെ ഇതുപോലെ സമയത്ത് ഇതുപോലെ ഒരു അറബി വന്ന് നിർത്തി തന്നു. അങ്ങനെ കയറിപ്പോയി. കയറി അവൻ ചോദിച്ചു അവിടെ ബത്തേന്ന് പറഞ്ഞു. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് വണ്ടി അവിടെ താന്നിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ താന്നിരുന്ന് അയാൾ അവിടെ കൊണ്ട് ഇറക്കി തന്നപ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു അന്ന്. വ്യാഴാഴ്ച ആണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് പിന്നെ വ്യാഴാഴ്ചയാണ് ഇതുപോലെ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതാണെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ചെല്ലുമ്പോൾ 1,00,000 ആളിൻ്റെ മുകളിലുണ്ട് അവിടെ. ഈ വ്യാഴാഴ്ച എല്ലാവരും പണിക്കാരൊക്കെ വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് എല്ലാവരും മാർക്കറ്റ് വന്ന് നിൽക്കുക. അവിടെ ഒരു ബത്ത എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് അവിടുത്തെ ടൗണാണ്. അവിടെ ഇങ്ങനെ ഭയങ്കര ജനക്കൂട്ടം. അങ്ങോട്ട് മണ്ണ് ഞുള്ളിയിടാൻ സ്ഥലമില്ലാത്ത ജനക്കൂട്ടം. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ട് വിട്ടപ്പോൾ ഒരു ഹോട്ടലുകാരൻ ഇത് കണ്ട് അയാൾ എന്നെ വിളിച്ചിട്ട് കയറ്റിയിട്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അയാൾ ചോദിക്കുന്നില്ല നീ എവിടെ നിന്ന് വരുന്നത് എങ്ങനെയാണെന്നൊന്നും ചോദിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടൊക്കെ വന്നിട്ട് ചോദിച്ച് സംഭവമൊക്കെ എനിക്കറിയാം, പക്ഷേ ആരെങ്കിലും ബന്ധുക്കാരുണ്ടാന്ന് ചോദിച്ചു. അവന് എൻ്റെ വേഷം കണ്ടപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവന് മനസ്സിലായി. പുള്ളി കോഴിക്കോട്ടുകാരനായിരുന്നു. അങ്ങനെ ഞാൻ അയാൾക്ക് പിന്നെ ഇത് കൊടുത്ത് അന്നേരം ഒരു ലിമോസൻ അവിടെ കാറിന് പറയുന്നത് ലിമോസൻ അവരെ വിളിച്ചിട്ട് അയാൾ തന്നെ പൈസയും കൊടുത്ത് പറഞ്ഞ് ഇന്ന ഈ സ്ഥലത്ത് കൊണ്ട് വിട്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഞാൻ ചെന്നിടത്ത് പിന്നല്ല എനിക്ക് നല്ല ഇതായിരുന്നു.
പിന്നെ എങ്ങനെ നമ്മുടെ ഒരു ബന്ധുക്കളിൽ നിന്ന് എല്ലാവരും അവിടെ വന്നു. ഉം. അവിടെ വന്ന് കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ച് ഉം. ഈ കുളിപ്പിച്ച് കാലിലൊക്കെ പൊട്ടിയായിരുന്നു. എല്ലാം മരുന്നൊക്കെ വെച്ച് പുതിയ ഡ്രസ്സൊക്കെ എല്ലാവരും വാങ്ങിച്ചൊക്കെ തന്നു. ഈ ചെരുപ്പുണ്ടായിരുന്നില്ലല്ലോ മരുഭൂമി കൂടെ ഓടുമ്പോൾ? ചെരുപ്പുണ്ടായിരുന്നു. ചെരുപ്പുണ്ടായിരുന്നു. ചെരുപ്പുണ്ട്. എന്നിട്ട് ആ ചെരുപ്പിനെ കല്ലുകളാണ് മൊത്തം. ഉം. ഉം. ചെരുപ്പിട്ടുകൊണ്ടാണ് ഓടിയത്. പക്ഷേ ഓടിയാലും ആ ഓട്ടത്തിൽ 1.5 ദിവസം ഓടിയില്ലേ. ഉം. ഉം. അങ്ങനെ പിന്നെ എന്നെ ജയിലിൽ പോയി പിടികൊടുത്ത്. പിന്നെ എനിക്ക് എങ്ങനെ ഒരു നാട്ടിൽ അന്നേരമാണ് ഞാൻ ഇവിടെ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ അറിയുന്നതും ആൺകൊച്ചായിരുന്നു എന്നൊക്കെ അറിയുന്നത്. പിന്നെ അന്നേരം തന്നെ അവരെല്ലാവരും കൂടെ ഈ എന്നെ നാട്ടിലേക്ക് വിളിപ്പിച്ച് വീട്ടിൽ വിവരം അറിഞ്ഞതുപോലെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഉം. ഉം. പിന്നെ നേരം പിന്നെ ജയിലിൽ പോയി പിടികൊടുത്തു. ഉം. ടിക്കറ്റ് അവർ കൊണ്ട് കൊടുത്തു അവിടെ. പിന്നെ ആഴ്ച ഇന്ത്യൻ എംബസി വരണം. ഇന്ത്യൻ എംബസി വന്നിട്ട് നമുക്ക് ബോംബെയിൽ ഇറങ്ങാനുള്ള ഒരു പേപ്പർ തരും. ഓ. അന്നേരം പിന്നെ ഈ ആഴ്ച എല്ലാവരും പുറത്ത് നിർത്തും. ആ. വരിവരിയായിട്ട് ഇങ്ങനെ നിർത്തും. അന്നേരം ഏത് അറബിയുടെ കയ്യിൽ നിന്ന് ഇത് ആൾ പോയേക്കെന്ന് അറിയാൻ വേണ്ടി ഈ അറബികളൊന്ന് നോക്കും. ഞങ്ങളും അന്ന് ആ നോവൽ വായിക്കുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അതിങ്ങനെ അതെ അതെ പരേഡ് നടത്തുന്ന പരിപാടി. പരിപാടിയാണ്. ആ പരേഡ് നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണ്. അത് ചിലവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവൻ്റെയൊക്കെ അവസ്ഥ പിന്നെ നാട് കാണത്തില്ലല്ലോ. അപ്പം കൊണ്ടുപോയൊക്കെ മരുഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇതൊക്കെ അല്ലാതൊന്നുമല്ല. ഞാൻ ഏറ്റവും സങ്കടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ തിരിച്ച് വീണ്ടും പോകേണ്ടി വരികയുണ്ടെങ്കിൽ ഉള്ള ഒരു അവസ്ഥ പിന്നെ ജീവനില്ല തീർന്നു. അങ്ങനെ പിന്നെ 9 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്ന് മുട്ടയടിച്ച് 9ാമത്തെ ദിവസം അവിടെ നിന്ന് കയറ്റി. അന്ന് ആ ഒരു ഇതിനകത്തുള്ള എല്ലാം ജയിലിൽ നിന്നുള്ള ആളാണ്. 2 വരെ ബലം കെട്ട് നമ്മുടെ എയർപോർട്ടിനകത്ത് വരും. അല്ലാതെ പുറത്തു പോയിട്ട് യാതൊരു ബന്ധവുമില്ല. അകത്ത് വന്നാൽ ഫ്ലൈറ്റിനകത്തോട്ട് വന്ന് അടിച്ചങ്ങ് വിടുക. നമുക്ക് ഒരു പേപ്പർ മാത്രമല്ലേ ഉള്ളൂ. അവിടെ ചെന്ന് ഇറങ്ങാനുള്ള പേപ്പറല്ലേ ഉള്ളൂ. എന്നിട്ടെല്ലാം നമ്മുടെ എല്ലാം കഴിഞ്ഞ് അവിടുന്ന് വിടുന്നത്. അന്ന് അവിടെ വെച്ചിട്ട് ഈ ഇതേപോലെ അനുഭവമുള്ള വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പരിചയപ്പെടാനോ ഇന്ത്യക്കാരെ കാണാനോ ഒക്കെ പറ്റിയിട്ടുണ്ടോ? ഈ ഇന്ത്യക്കാരെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്തിട്ട് പൈസ കിട്ടാത്തവരും ശമ്പളം കിട്ടാത്തവരും ഒക്കെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട്. ഈ മരുഭൂമിയിൽ ചാടി വന്നവരും ഉണ്ട്. മരുഭൂമിയിൽ നിന്ന് തന്നെ വന്നവരും ഉണ്ട്. ഒരു തിരുവനന്തപുരത്തുകാരന് അവൻ മരുഭൂമിയിൽ നിന്ന് ചാടി വന്നേ. അത് എന്നാലും എൻ്റെ അത്രയുള്ളത് ഇല്ലായിരുന്നു. എങ്കിലും അവന് ആടമേക്കലല്ലേ ഏതായാലും. അവന് 9 ദിവസം ജയിലിൽ കിടന്ന്. ജയിലിൽ ജീവിതം നല്ല അടിപൊളി ജീവിതമായിരുന്നു. കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നതിൻ്റെ ഒരു ആശ്വാസം. ജയിലിൽ 9 ദിവസം കൊണ്ട് നമ്മൾ ഒരുവിധം ഭക്ഷണമൊക്കെ കഴിച്ച ഒരുവിധം ഇതാ ഉഷാറായി. നല്ല അടിപൊളി ഭക്ഷണമാണ്. പാല്, മുട്ട, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്. അവരാ രീതിയിൽ തന്നെയാണ് കണ്ടത് നമ്മളെ. നമ്മളെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വലിയ തെറ്റുകാരൊന്നുമല്ല. തെറ്റ് ചെയ്യുന്നവർ അതല്ലാത്ത ശിക്ഷ കൊടുക്കുന്നവരെ നമ്മൾ കണ്ടാൽ നമ്മൾ അന്നേരം താഴെ വീണു പോകും. അവരെ ഇട്ടേക്കുന്നുണ്ട്. നമ്മുടെ അതല്ല. നമ്മൾ ഇവിടുന്ന് ഏതാണ്ട് എത്ര കിലോമീറ്റർ കാണും. ഒരു ദിവസം ഒരു 10 ചെമ്പെങ്കിലും കാണും സാധനം അവിടെ കൊണ്ടുവരും. ഒരു നേരത്തേക്കുള്ള ഭക്ഷണമേ ഈ ആൾക്കാർക്ക് കൊടുക്കാൻ കൊണ്ടുവരും. എന്നിട്ട് 5-6 ഇരുന്ന് പിന്നെ അവിടെ കമ്പനി ആയങ്ങ്. നമ്മൾ മലയാളികളുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. മലയാളികളൊക്കെ എല്ലാവരും കൂടെ വേറെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു യൂണിയൻ ചീട്ട് കളിക്കുന്നവരുണ്ട്. എന്നൊക്കെ ഉള്ളതുണ്ട്. ജയിലൊരു വല്ലാത്ത അനുഭവമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ജയിലിൽ. ജയിലിലാണ് കിടക്കണമെങ്കിൽ നമുക്കൊരു ഫീലില്ല അല്ലേ? ജയിലിനകത്ത് കിടക്കുന്ന ഒരു ഫീലും ഇല്ല. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള സന്തോഷം കിടക്കുമല്ലേ. നാട്ടിലെല്ലാവരും വന്ന് കാണാനുള്ള ഒരു ഇത് കിടക്കുക. അതുകൊണ്ട് പിന്നെ ഇന്ത്യൻ എംബസി വരാത്ത ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എംബസി വന്നാലേ നമുക്ക് വരാനൊക്കെ തോന്നും. അങ്ങനെ സുഖമായിട്ട് ഇവിടെ വന്ന് ബോംബെ വന്ന് ഇറങ്ങി. അന്നേരം കരുനാപ്പള്ളിയുള്ളൊരു ചെറുക്കനുണ്ടായിരുന്നു അങ്ങനെ കൂട്ടത്തിൽ. അവന് ഇതുപോലെ ചാടി വന്നേ. വേറെ ശമ്പളം കിട്ടാത്ത തോന്നിച്ച് വന്നേ. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പൈസ ഇല്ല. പൈസ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എല്ലാവരും തന്ന പൈസ ഉണ്ടായിരുന്നു. പക്ഷെ അത് ജയിലിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. 10 പിന്നെ 10-50 റിയാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരാൾ അത് പോക്കറ്റ് വെച്ചിരുന്നു. പക്ഷെ അത് അവിടെ വെച്ച് അവരങ്ങ് എടുത്തു പൈസ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള പൈസ ഇല്ല. അങ്ങനെ കരുനാപ്പള്ളിക്കാരൻ്റെ ചെറുക്കനും മറ്റേ ഇവിടെ ഞാൻ പാറശാലയുള്ള അവന്മാരെല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ചാൽ അവന് യൂണിയനായിരുന്നു. അപ്പോൾ അവന്മാരെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ എടുക്കാം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവന്മാരാണ് പിന്നെ ടിക്കറ്റ് എടുത്ത് കായംകുളം വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഞങ്ങളവിടെ ഒന്നിച്ച് വന്ന് ഞാൻ ആദ്യം ഇറങ്ങി. പിന്നെ അവരെല്ലാവരും അങ്ങോട്ട് പോയി.